ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളെ ഒഴിവാക്കാനായിട്ട് ആ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഒഴിവാക്കി വിടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഏസ് ഓഫ് വാൻസിൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് നോക്കുവാണെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളോട് സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് കാർഡിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാ റിലേഷൻഷിപ്പിലും കാണുന്ന രീതിയിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും ഒക്കെ തന്നെ ഈ ഒരു റിലേഷനിലും ഉണ്ട് എന്ന് വ്യക്തമാണ്. എങ്കിൽ പോലും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ആ ഒരു ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാൻ അവർക്ക് ഒട്ടും എളുപ്പമല്ല എന്ന് തന്നെയാണ് ഈ എനർജീസ് നമുക്ക് കാട്ടിത്തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി ബാക്കി കാർഡുകൾ കൂടി എടുത്തു നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു കാർഡിൽ തന്നെ നമ്മൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യന് ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി ഒന്ന് എടുത്തു നോക്കാം. എന്താണ് പ്രശ്നം, എന്തിനാണ് അവർ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് വരുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി വരുന്ന ഒരു കാർഡിൽ 5 ഓഫ് സോഡ്സ് ആണ്. ഈ ഒരു ഇവിടെ നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ചില ഈഗോ ക്ലാഷുകളും അതുപോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, മെന്റൽ കോൺഫ്ലിക്ട്സുകൾ ഇതൊക്കെയാണ് എന്നാണ് നമുക്കിവിടെ വ്യക്തമാകുന്നത്. ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ ഒഴിവാക്കണമെന്ന് മനസ്സിൽ പലവട്ടം ഇവർ ആലോചിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ ഒഴിവാക്കണമെന്ന് പലപ്പോഴും അവർ മനസ്സിൽ കരുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസ്റ്റൻസ് ബിൽഡ് ചെയ്യാനും അവർ പലപ്പോഴും ശ്രമിക്കുന്നതായിട്ടും ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അങ്ങനെ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി ഹൃദയം പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് മാറ്റിക്കൊണ്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ മാറ്റി നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടാവുന്നില്ല. അത്തരത്തിലുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു കാർഡ് 2 ഓഫ് പെന്റക്കിൾസിൻ്റെ കാർഡാണ്. അവർ ലൈഫിൽ പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു വശത്ത് നിങ്ങളോടുള്ള ഒരു സ്ട്രോങ് ആയ ബോണ്ട് അവർക്കുണ്ട്, മറുവശത്ത് അവരുടെ ഓൺ പ്രയോറിറ്റീസ്. പലപ്പോഴും പ്രശ്നങ്ങളും കോൺഫ്ലിക്റ്റുകളും നടക്കുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന വാക്കുതർക്കങ്ങളാണ് അവരെ വളരെയധികം വേദനിപ്പിക്കുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതാണ് ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു മാറിപ്പോകാനും അല്ലെങ്കിൽ ഒഴിവായി പോകണം അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കി വിടണം എന്ന രീതിയിൽ ചിന്തിക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. അപ്പം കൂടുതൽ ഹാർഷായിട്ട് സംസാരിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ ആ ഒരു വ്യക്തി തന്നെയായിരിക്കും നിങ്ങളോട്. ഇങ്ങനെയൊരു നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് വളരെ ദേഷ്യത്തോടെയൊക്കെ സംസാരിച്ചിട്ടുള്ളതും വളരെ മോശമായ രീതിയിൽ വാക്കുകൾ പറഞ്ഞിട്ടുള്ളതും അവരൊക്കെ തന്നെയായിരിക്കും, ഈ ഒരു പേഴ്സൺ തന്നെയായിരിക്കും. അങ്ങനെ പറഞ്ഞാലും പിന്നീട് നിങ്ങളോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ലല്ലോ എന്നോർത്ത് അവർ വിഷമിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത് ഓർത്ത് വിഷമിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതും അവരെ ഒരു സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളോടുള്ള ഒരു സ്ട്രോങ് ബോണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് നിങ്ങളോട് ശരിക്കും ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ട്. എങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനോ, അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്കുകൾ പറഞ്ഞതിന് ശേഷം ഭയങ്കര വിഷമമാവുക, ആ പറയുമ്പോൾ ഇവർ ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു പറയുന്ന വാക്കുകൾ ഇവർക്ക് പിന്നീട് ഹർട്ട് ചെയ്ത് അത് ഇവരിങ്ങനെ മനസ്സിൽ കൊണ്ടടക്കുന്നത്. അതാണ് ഇവരെ ഈ 2 കാര്യങ്ങളാണ് ഇവരെ ഈ 2 കാര്യങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ഒരു ചരട് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഇവർ വളരെയധികം ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ഇവിടെ വീണ്ടും അവർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു റിലേഷൻഷിപ്പുമായി നിങ്ങളുമായിട്ടും വളരെയധികം അറ്റാച്ച്ഡ് ആണ് ഇവർ. അതിനാൽ തന്നെ നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ എത്ര ശ്രമിച്ചാലും വീണ്ടും വീണ്ടും നിങ്ങളെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്ന എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
അപ്പോൾ അതുപോലെ തന്നെ ഇവർ നിങ്ങളിൽ നിന്ന് ഒഴിവായി പോകാനായിട്ട് അവർ ശ്രമിക്കുന്ന സമയത്തൊക്കെ അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. ഞാനിങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണ് വളരെ വിഷമമാകുമല്ലോ, അല്ലെങ്കിൽ അവർ പിന്നെ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോയി, ഇതൊക്കെ ഓർത്തിട്ടാണ് അവർ കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വേണ്ട, ഇത് വളരെ ടോക്സിക് ആണ് എന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. എങ്കിലും അങ്ങനെ പോകാൻ നിൽക്കുമ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അല്ലാതെ എത്ര വെറുത്ത് ആ ഒരു രീതിയിലല്ല ഇവരുടെ ഒരു എനർജി നമുക്ക് നോക്കുമ്പോൾ. ഓക്കെ, പിന്നെ പറയുന്നത് 8 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. മനസ്സിൽ നിങ്ങളിൽ നിന്ന് അതായത് നിങ്ങളിൽ നിന്ന് മാറിപ്പോകണം, അല്ലെങ്കിൽ വോക്ക് അവേ ചെയ്യണം എന്ന് പലപ്പോഴും ഇവർക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായി നിങ്ങളെ ഒഴിവാക്കി പോകുന്ന ഒരവസ്ഥയിലല്ല അവർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവർ അങ്ങനെയല്ല അത് ഉദ്ദേശിക്കുന്നത്. ഒരു ടെമ്പററി ഡിസ്റ്റൻസ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കണം, കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ടാകണം, കുറച്ചൊരു ഗ്യാപ്പ് വേണം എന്ന രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത് എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് വീണ്ടും തിരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ വരാൻ ഇവർക്ക് ആഗ്രഹമുണ്ടെന്ന് സാരം. ഓക്കെ, പിന്നെ വരുന്നത് ഏസ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ്. അപ്പോൾ പുറമേ നിന്ന് അവർക്ക് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എല്ലാം അവരെടുക്കുന്നുമുണ്ട്. എന്നാൽ ഉള്ളിൽ, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവരുടെ ഒരു ഇമോഷൻ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോഴും ഒരു അട്രാക്ഷൻ, ഒരു ഫീലിങ്സ്, ഒരു ഹോപ്പ്, ഇതൊക്കെ തന്നെ നിങ്ങളെക്കുറിച്ചുണ്ട്, അവർക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും നിങ്ങളെ എടുത്തു കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്തും, ഈ ഒരു പോകാനായിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് പോലും കഴിയുന്നില്ല എന്നുള്ളൊരു എനർജീസാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ഒരു കാർഡ് 9 ഓഫ് വാൻഡ്സിന്റെ കാർഡാണ്. ഇവിടെ നിങ്ങളിൽ നിന്നുണ്ടാകുന്ന മേ ബി ചില വാക്കുകളോ പ്രവൃത്തികളോ എന്തോ ഒന്നാണ് അവരെ സമ്മർദ്ദത്തിലാക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവർ ശ്രമിക്കുന്നത്. അതായത് ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ മൂഡിലേക്ക് മാറുന്നു അവർ എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് ഉണ്ടാക്കാനായിട്ട് ശ്രമം നടത്തുന്നുണ്ടെങ്കിലും പക്ഷെ ആ ഒരു കാര്യവും അവരെ സംബന്ധിച്ച് വളരെ സ്ട്രഗിളാണ്. അവരിതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് നോക്കുന്നു. അവർ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒഴിവായി മാറി പോകാൻ നോക്കുമ്പോഴും അത് ആ ഒരു തടസ്സങ്ങൾ ഉണ്ടാക്കുവാനോ അല്ലെ ഒഴിവാക്കുവാനോ നിങ്ങളെ ഒഴിവാക്കുവാനോ ഒക്കെ അവർക്കുടെ മനസ്സിന് അവർക്കത് വീണ്ടും ഒരു സ്ട്രഗിളായിട്ട് മുന്നിൽ തന്നെ നിൽക്കുകയാണ് എന്നുള്ളതാണ്. അവർക്ക് അതും ഒരു സ്ട്രഗിളാണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ 3 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ്. അപ്പോൾ ഇവിടെ ഇത് പാസ്റ്റിലെ വേദനകളും ഹാർട്ട് ബ്രേക്കും ഒക്കെയാണ് അവരെ ഇമോഷണലി നിങ്ങളിൽ നിന്ന് അകറ്റുന്നത് എന്നാണ് വീണ്ടും നമുക്ക് കിട്ടുന്ന എനർജീസ്. അപ്പം പെട്ടെന്ന് ഒരു ദേഷ്യത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാകും, പല കാര്യങ്ങളും അങ്ങനെ പറഞ്ഞു പോകുന്നു ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളും സംസാരിക്കുന്നതാണ്, നിങ്ങളുടെ പേഴ്സൺ സംസാരിക്കുന്നതാണ്. പക്ഷെ ഇവർക്ക് ആ ഒരു നിങ്ങൾ ചിലപ്പോൾ അത് പറഞ്ഞ് അത് അവിടെ കഴിഞ്ഞു, നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് മൊമെന്റിട്ട് നിങ്ങളുടെ മനസ്സിൽ അതൊന്നുമില്ല, പുതിയൊരു ഫ്രഷ് ആയിട്ട് തന്നെ പുതിയ ആ ഒരു റിലേഷൻഷിപ്പിൽ അതേപോലെ നല്ല ഫ്ലറിഷ് ആയിട്ട് തന്നെ പോകുന്നുണ്ടാകും. പക്ഷെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവരത് മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അത് അവരെ ഹർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലിട്ട് അവരിങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങളും. അവരത് ആ പ്രശ്നം തീർന്ന് അത് അവിടെ വിടുന്നേയില്ല, വീണ്ടും വീണ്ടും ആ ഒരു പ്രശ്നം അവരുടെ മനസ്സിലിട്ട് അവർ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും അവരുടെ നമുക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒന്ന് ഹർട്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും വേദനകൾ ഉണ്ടാകും, നമ്മൾ മോശമായ രീതിയിൽ സംസാരിക്കും അല്ലെങ്കിൽ ഹാർഷായ രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാകും. ആ ഒരു വിഷമം നമ്മൾ ആ ഒരു പ്രശ്നത്തോടു കൂടി കഴിഞ്ഞു, ഓക്കെ, നമ്മൾ കുറച്ച് 1-2 മണിക്കൂറുകളോ അല്ലെങ്കിൽ 1-2 ദിവസങ്ങളോ ഒക്കെ നമുക്കൊരു വിഷമം ഉണ്ടാകും. പിന്നെ സമയം പാസ് ചെയ്യുമ്പോൾ നമ്മളത് മറന്നു പോകും. പക്ഷെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ സമയത്തും അവർ ഈ ചെറിയ രീതിയിൽ ഡിസ്റ്റർബ് ആവുന്ന സമയങ്ങളിൽ വരെ ഇവർ ഈ പഴയ പാസ്റ്റിലെ ഇമോഷൻസ് എടുത്തുകൊണ്ട് വന്നിട്ട് അവർക്ക് വീണ്ടും വീണ്ടും അത് ഹൃദയവേദന ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു ശ്രമം ഇവർ നടത്തുന്നുണ്ട്, പക്ഷെ അത് മുഴുവനായിട്ടും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം. അപ്പം ഇങ്ങനെ അകന്നു പോകാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അകന്നു പോകാനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ അവർക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം വീണ്ടും നിങ്ങളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, പുള്ളി ഇതിങ്ങനെ കൊണ്ടുവരികയാണ് നിങ്ങളുടെ അവരുടെ ഹൃദയം നിങ്ങളിലേക്ക് അടുത്തടുത്ത് വീണ്ടും വരികയാണ് അവർ പോകാൻ ശ്രമിക്കുന്നതനുസരിച്ച്. അപ്പൊ ഹൃദയത്തിൽ നിന്ന് ബന്ധം ഒഴിവാക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. ഇവിടെ അവർ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും നിങ്ങളില്ലാത്ത അവരുടെ ലൈഫിൽ ഒരു സന്തോഷമോ ഒരു സമാധാനമോ ഒന്നും ലഭിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യും. അപ്പോൾ
ഇനി അവരെ ഒഴിവായി പോയെന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പം ഡെസ്റ്റിനിയുടെ അല്ലെങ്കിൽ ഒരു കാർമിക് സൈക്കിളിന്റെ കാരണം കൊണ്ട് തന്നെ കാർമിക്കായിട്ടുള്ള അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ ഒരു കാര്യം കൊണ്ടോ അല്ലെങ്കിൽ ഡെസ്റ്റിനിയുടെ ഇത് കാരണം കൊണ്ടോ വീണ്ടും അവര് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒരു താൽക്കാലികമായിട്ട് കുറച്ച് നാളത്തേക്ക് അവർക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ ഒരു ദീർഘകാലത്തേക്ക് നിങ്ങളെ വിട്ടു നിൽക്കാനായിട്ട് അവർക്ക് കഴിയില്ല. കാരണം നിങ്ങളില്ലാതെ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആയതുപോലെ അവർക്ക് തോന്നില്ല. ഇനി അഥവാ സെപ്പറേഷനിലായാലും നിങ്ങൾ കുറച്ച് സമയങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ പാസ്റ്റിലെ മെമ്മറീസും നൊസ്റ്റാൾജിയും സ്വീറ്റ് ബോണ്ടിങ്ങും ഒക്കെ ഇങ്ങനെ വരും. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് വീണ്ടും അവരെ തിരികെ കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആണ്, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒഴിവായി പോകാനും താല്പര്യമില്ല, നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ്, പിന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ ഇഷ്ടം തന്നെയാണ്, നിങ്ങളോട് സ്നേഹം തന്നെയാണ്. പക്ഷെ എന്തൊക്കെയോ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡുകൾ കൊണ്ടാണ് ഇങ്ങനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി അവരെ ഒഴിവായി പോയെങ്കിൽ പോലും വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ റീഡിങ്ങിൽ കാണാനായിട്ട് വരുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നമുക്ക് ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് തന്നെ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എടുത്ത് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് സൈലന്റ് ആയിട്ടും പേഷ്യന്റ് ആയിട്ടും ഇരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ബഹളം വെക്കാതിരിക്കുക, പിന്നെ നല്ല ക്ഷമയോടെ ഇരിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മളോട് പറയുന്നത് യൂണിവേഴ്സ്. അപ്പം നിങ്ങളുടെ തോന്നലുകൾക്ക് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ നമ്മളിവിടെ ശരിക്കും യൂണിവേഴ്സിന് പറയുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോന്നാണ് ശരി. ഇപ്പൊ എൻ്റെ ശരി നിങ്ങളുടെ ശരിയാകണമെന്നില്ല, അപ്പം നിങ്ങളുടെ ശരി എന്നത് എനിക്ക് ശരിയാകണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ശരികൾ നിങ്ങളെടുത്ത് അയ്യോ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന രീതിയിൽ വളരെ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കും ശരി. ഇവിടെ നമ്മൾ ശരിയും തെറ്റും നോക്കുന്നില്ല. യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടാകും. അതെല്ലാം നിങ്ങളെടുത്ത് നിങ്ങളുടെ ഹെഡിൽ വെച്ചിട്ട് അത് വറിയാകാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. നിങ്ങളുടെ തോന്നലുകളിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ശരികളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുക. അപ്പോൾ അവരുടെ മൈൻഡ് ഗെയിമിലോ അല്ലെങ്കിൽ ഒരു ഈഗോ ക്ലാഷിലൊക്കെ പെട്ട് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ അവരുടെ മൈൻഡ് ഗെയിമും അതുപോലെ ഈഗോ ക്ലാഷ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് റിയാക്ട് ചെയ്യരുത് എന്നാണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ്. പിന്നെ വേറൊരു ഗൈഡൻസ് വരുന്നത് നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങളുടെ സെൽഫ് കെയർ, സ്റ്റെബിലിറ്റി ഒന്നും നിങ്ങൾ കൈവിടരുത്. നിങ്ങളുടെ വാല്യൂ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിനു ശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷം തിരിച്ചു വരും എന്നുള്ളത് ഉറപ്പാണ് നമുക്കിവിടെ. അങ്ങനെ തിരിച്ചു വരുമ്പോൾ കൂടുതൽ ഒരു സെക്യൂർ ആകാനായിട്ട് ഇത് സഹായിക്കും എന്നാണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ്. പിന്നെ വരുന്നത് ഒരു ബാലൻസ് അല്ലെങ്കിൽ ഒരു പേഷ്യൻസ് നിങ്ങൾക്ക് വേണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ദേഷ്യമാകാം, സങ്കടമാകാം, സ്നേഹമായ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് പ്രകടിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ പിടിച്ചു വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അത് വിട്ടുകളയാനായിട്ട് ശ്രമിക്കുക. നമുക്കിപ്പോൾ കൂടുതലായിട്ടും ദേഷ്യം അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പ്രതികരിക്കുന്ന റിയാക്ട് ചെയ്യുന്ന സന്ദർഭങ്ങൾ വരികയാണെങ്കിൽ പേഷ്യൻസ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് അവർ പറയുന്നതാണെന്ന രീതിയിൽ വിട്ടുകളയാനായിട്ട് ശ്രമിക്കുക. അത് എടുത്ത് പിടിക്കാനായിട്ട് നിൽക്കരുത്. ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് യൂണിവേഴ്സ്. അതായത് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുമ്പോൾ ഒരു ന്യൂട്രലായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. അതായത് വളരെ ഹെൽത്തി വേയിൽ പറയാനായിട്ടും അവരെ ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അടിച്ചേൽപ്പിക്കുന്ന പോലെയുള്ള ഒരു ഫീലിങ്സ് അവർക്ക് കൊടുക്കാതെ വളരെ ന്യൂട്രലായിട്ട് പറഞ്ഞ് ഒരു മധ്യസ്ഥൻ സംസാരിക്കുന്ന രീതിയിലേക്ക് പറഞ്ഞ് എൻ്റെ ഭാഗം മാത്രമാണ് എന്ന ശരി എന്നുള്ള രീതിയിൽ സംസാരിക്കാതെ ഒരു ന്യൂട്രലായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ഒരു ഇന്റേണൽ സ്ട്രഗിൾസ് കൊണ്ടാണ്. അത് നിങ്ങളുടെ ഒരു തെറ്റല്ല. നിങ്ങൾ ഒരു ആത്മവിശ്വാസത്തോടെ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ വീണ്ടും നിങ്ങളുടെ എനർജിയിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നമുക്ക് വരുന്ന ഒരു ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വരുന്ന ക്ലൂ ഫെബ്രുവരി മന്ത് ആണ് വരുന്നത്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. അതുപോലെ 1111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമുക്ക് വരുന്നുണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ, 2005, ക്രേസി, എക്സ്പെക്ട് മിറാക്കിൾസ്, ഹിയറിംഗ് ഇഷ്യൂ, ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. ബ്ലൂ കളർ, 2 months,
1982 എന്ന് പറയുന്ന വർഷം വരുന്നുണ്ട്. ലെറ്റർ ജി. നമ്പർ 13 ബ്രൗൺ കളർ. യു ക്യാൻ ട്രസ്റ്റ്. റൈഡിംഗ് വയനാട് ജില്ല. ഹെൽത്ത് ഇഷ്യൂസ്. ക്രേസ് ഓൺ വെഹിക്കിൾസ്. ലെറ്റർ ആർ. 1990 within 72 hours. Black color. Red color. Long distance. Second stud. Rider. Number 30 2002. Number 23 social worker. Long hair. Letter P. Number 21 48 hours 1986. Number 32 1988 golden color. Lovable. Talkative. Honest. 6 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഇവിടെ നമുക്ക് വരുന്നുണ്ട്. 1977 1982 reading. Letter number 1. Number 28 മോൾ ഓൺ റൈറ്റ് 6. റൈറ്റ് സൈഡിലെ കവലിലെ മറുകളിലെ വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഗെയിമിംഗ് 1979 2 days 52 number 52 number 35 green color. Caring. Chess. Messy hairstyle. Number 12 1976 lawyer. Letter L. Letter C. Music. Physical fitness. True love. 2 weeks 1980 number 33 letter Y. 1987 1994. അപ്പോൾ ഇത്ര ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.